എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചക്കയുടെ സീസണാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചക്ക വറുത്തതാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരും ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റായി പോകുന്നു എന്നൊരു പ്രശ്നം മിക്കവർക്കും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ടു നോക്കാം. ഇന്ന് നമുക്ക് നല്ല ചക്ക വറുത്തത് ഉണ്ടാക്കാം. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. അപ്പോൾ അതിന് നല്ല വരിക്കച്ചക്കയാണ് നല്ലത്. ചക്ക വെട്ടിപ്പൊളിച്ച് അതിൻ്റെ ചുളയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ചുളയുടെ രണ്ട് ഭാഗത്തും കുറച്ച് കട്ടിയുള്ള പോർഷൻ ഉണ്ട്, അതൊന്ന് അരിഞ്ഞ് കളയണം. അതിനുശേഷം ഇതിൻ്റെ കുരുവും അതുപോലെ പുറത്തുള്ള ആ കൊല്ലയെല്ലാം നീക്കം ചെയ്തിട്ട് ഈക്വലായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. നീളത്തിൽ അരിഞ്ഞെടുക്കണം. അത് വലുതാണെങ്കിലും എല്ലാം വലുതായിട്ട് അരിയുക, ചെറുതാണെങ്കിൽ എല്ലാം ചെറിയതായിട്ട് അരിയുക. ഇതുപോലെ എല്ലാം ഒരേപോലെ അരിഞ്ഞെടുക്കണം. നമ്മൾ ചക്ക വറുക്കാൻ എടുക്കുമ്പോഴേക്കും ഒരുപാട് മൂത്ത് പഴുക്കാറായ ചക്ക എടുക്കരുത്. അതിലും കുറച്ചുകൂടി മൂപ്പ് കുറഞ്ഞത് വേണം എടുക്കാനായിട്ട്. എന്നാൽ മൂത്തതായിരിക്കണം താനും. പിന്നെ വെള്ളം കയറിയതൊന്നും എടുക്കരുത്. അതാണ് എപ്പോഴും വറുക്കാനായിട്ട് നല്ലത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് നമ്മളൊന്ന് കലക്കി വയ്ക്കണം. നമ്മൾ വറുക്കുന്നതിനിടയ്ക്കാണ് ഈ ഉപ്പുനീര് തളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. പിന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ പല പ്രാവശ്യം ഇട്ടിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമായിട്ട് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ വേസ്റ്റായി പോവും. എണ്ണ റീയൂസ് ചെയ്യുന്നത് നല്ലതല്ലെന്നറിയാമല്ലോ. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പല പ്രാവശ്യം വറുത്തെടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് എണ്ണ മാത്രമേ നമുക്ക് വേസ്റ്റായി പോവുള്ളൂ. ചക്ക അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇടുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ മീഡിയത്തിലേക്ക് ആക്കണം. എന്നിട്ട് അത് അങ്ങനെ കിടന്നത് മൂക്കട്ടെ. ഒരു പകുതി മൂപ്പാകുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇത് ചക്ക വറുത്തതിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി കളർ ആവശ്യമില്ല എന്നുള്ളവർ ഇത് ചേർക്കേണ്ട കാര്യമില്ല. അതുപോലെ ചില ചക്കയ്ക്ക് നല്ല കളർ ഉണ്ടാവും, അങ്ങനെയുള്ള ചക്കയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 1/4 ഭാഗം മൂപ്പാകുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പുനീര് തളിച്ചു കൊടുക്കാം. മൂപ്പാകാൻ നിൽക്കരുത്, അതിന് മുന്നേ തന്നെ ഇത് തളിക്കണം, അല്ലെങ്കിൽ ചക്ക ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഉപ്പുനീരൊഴിക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം എപ്പോഴും ഹൈയിലാക്കി വെക്കണം. 1 മിനിറ്റിന് ശേഷം അത് വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. ഇതിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് നല്ലവണ്ണം ഡ്രൈ ആകുന്നതിനുള്ള സമയം കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/4 ഭാഗം മൂപ്പാകുന്ന സമയത്ത് ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം നല്ലവണ്ണം ഡ്രൈ ആയിക്കോളും. ചക്ക നമ്മൾ ഇളക്കുന്ന സമയത്ത് നല്ല സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്ന്. ഈ ഒരു സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഇത് നമുക്ക് കോരിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഓരോ ബാച്ച് ഇടുമ്പോഴും മഞ്ഞൾപ്പൊടിയും ഇടുക, ഉപ്പും ഇടുക. അങ്ങനെയാണ് ഇത് വറുത്തെടുക്കുന്നത്. ചിലരൊക്കെ എല്ലാം വറുത്ത് കോരിയതിന് ശേഷം ഉപ്പുപൊടി തളിക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാം, പക്ഷേ അതിലും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തത് നമുക്ക് കിട്ടും. മിക്കവരും പറയുന്നതാണ് ചക്ക വറുത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ അത് സോഫ്റ്റായി പോകുന്നു എന്നുള്ളത്. അങ്ങനെ ആവാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ആ മൂപ്പാകുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് തന്നെ ഉപ്പുനീര് തളിക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചക്ക തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ചക്ക തിരഞ്ഞെടുക്കുക. പിന്നെ ചക്ക ചുളയെടുത്തിട്ട് അത് നമ്മൾ നല്ലോണം അരിഞ്ഞെടുത്തതിന് ശേഷം 1 മണിക്കൂറൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കുക. 1 മണിക്കൂറേ ചെയ്യാവുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ഉണക്കച്ചക്ക പോലെ ഇരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി കിട്ടുന്ന ആ ഒരു ടൈമിൽ നമ്മളെടുത്ത് വറുക്കുക. അങ്ങനെ വറുത്ത് കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ചക്ക വറുത്തത് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എല്ലാ ചക്കയും ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക്
മാസങ്ങളോളം ഇതുപോലെ തന്നെ ഇരുന്നോളും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്ക വറുത്തത് ഇതുപോലെ തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.